अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। शिव बाबा का याद है। ഇന്ന് മുരളി ഡേറ്റാണ് 8/10/2024. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യത്തിൽ ബാബ കുട്ടികൾക്ക് ഇന്ന് പ്രധാനമായ ഡയറക്ഷൻ നൽകുന്നത് ബുദ്ധിയെ റിഫൈൻ ചെയ്യുക, ബുദ്ധിയെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ മുഴുവൻ മുരളിയിലും ബാബ ഏത് പ്രകാരത്തിലാണ് നമ്മൾ സമയത്തെയും സങ്കല്പത്തെയും അതുപോലെ തന്നെ ധനത്തെയും ഊർജത്തെയും വേസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞു തരികയാണ്. അപ്പം നമുക്ക് ബാബയുടെ മുരളിയിലേക്ക് ശ്രദ്ധ കൊടുക്കാം. मीठे बच्चे, बुद्धि को रिफाइन बनाना है तो एक बाप की याद में रहो. याद से ही ആത്മ സ്വച്ഛ ബന്തി ജായേഗി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബുദ്ധിയെ റിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുക. ബുദ്ധിയെ ശുദ്ധീകരിക്കണമെങ്കിൽ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സ്വച്ഛമാകുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സ്വച്ഛമാകുന്നത്. प्रश्न, वर्तमान समय मनुष्य अपना टाइम व मनी वेस्ट कैसे कर रहे हैं?
വർത്തമാന സമയത്തിൽ മനുഷ്യൻ തൻ്റെ സമയത്തെയും അഥവാ ധനത്തെയും ഏത് രൂപത്തിലാണ് വേസ്റ്റ് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നത്? വർത്തമാന സമയത്തിൽ മനുഷ്യൻ ഏത് രൂപത്തിലാണ് തൻ്റെ സമയത്തെയും ധനത്തെയും നഷ്ടപ്പെടുത്തുന്നത്, അതോ വേസ്റ്റ് ചെയ്യുന്നത്? उत्तर, जब कोई शरीर छोड़ता तो उनके पीछे कितने पैसा आदि खर्चा करते रहते। अब शरीर छोड़कर चला गया तो उसकी कोई वैल्यू तो रही नहीं, इसलिए उसके पिछाड़ी जो कुछ करते उसमें अपना टाइम और मनी വേസ്റ്റ് करते हैं. ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചാൽ അതിൻ്റെ പുറകെ തന്നെ എത്രമാത്രം ധനം ചെലവാക്കാറുണ്ട്? ആരെങ്കിലും ദേഹത്യാഗം ചെയ്താൽ അഥവാ ശരീരം ഉപേക്ഷിച്ചാൽ അതിൻ്റെ പുറകെ എത്രമാത്രം ധനം ചെലവാക്കാറുണ്ട്? കാരണം ശരീരം ഉപേക്ഷിച്ചവര് അവര് പോയി, അതിനുശേഷം ആ ശരീരത്തിന് യാതൊരു മൂല്യവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബാബ പറയുന്നു, അതിൻ്റെ പുറകെ തന്നെ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ തൻ്റെ സമയത്തെയും ധനത്തെയും നഷ്ടപ്പെടുത്തുന്നതാകുന്നു. അതിൻ്റെ പുറകെ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ സമയത്തെയും ധനത്തെയും വേസ്റ്റ് ചെയ്യുന്നതാകുന്നു. ओम शांति. रूहानी बाप बैठ रूहानी बच्चों को समझाते हैं, ये भी ऐसे कहते हैं ना, फिर बाप है या दादा है? दादा भी कहेंगे रूहानी बाप तुम बच्चों के नॉलेज सुनाते हैं പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ का. അതായത് ആത്മീയ അച്ഛൻ തന്റെ ആത്മീയ കുട്ടികൾക്ക് ജ്ഞാനം മനസ്സിലാക്കി തരികയാണ്. ചിലപ്പോഴൊക്കെ ബ്രഹ്മാബാബയും ഇതുപോലെ തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ ഇവിടെ രണ്ടുപേരും മക്കൾക്ക് അറിവ് നൽകുന്നുണ്ട്. ഒന്ന് ശിവബാബയും മറ്റൊന്ന് ബ്രഹ്മാബാബയും. ദാദാം കൂടി പറയാറില്ലേ, ആത്മീയ അച്ഛൻ നിങ്ങൾ കുട്ടികൾക്ക് ആത്മീയ ജ്ഞാനം കേൾപ്പിക്കുകയാണെന്ന്. അതായത് സൃഷ്ടിയുടെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അറിവ് നൽകുകയാണെന്നുള്ളത്. വാസ്തവമേ സത്യുഗ് സേ ലേക്കർ ത്രേത അന്ത് തക് ക്യാ ഹുവാ യഹ് മുഖ്യ ബാത്ത്. സത്യത്തിൽ ബാബ പറയണ സത്യുഗം മുതൽ ത്രേതായുഗം അവസാനം വരെ എന്താണ് നടക്കുന്നത്, ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന കാര്യം. बाकी द्वापर कलयुग में कौन कौन आए क्या हुआ उनकी हिस्ट्री ജോഗ്രഫി तो बहुत है. അപ്പൊ ബാപ്പണ് ദ്വാപര കലിയുഗത്തിന് ശേഷം ആരൊക്കെ വന്നു, അവർ എന്തൊക്കെ ചെയ്തു പോയി, ബാപ്പണ് ഇതൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി അറിയുന്നതാണ്. അതായത് ദ്വാപരയുഗം മുതലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചതും പഠിക്കുന്നതുമാണ്. सत्युग त्रेता की कोई भी हिस्ट्री ജോഗ്രഫി है नहीं और तो सबकी हिस्ट्री ജോഗ്രഫി है. അപ്പൊ ബാപ്പണ് സത്യത്രേതായുഗത്തെ കുറിച്ചുള്ള ചരിത്രമോ അതിനെക്കുറിച്ചുള്ള ഭൂഗോള ശാസ്ത്രമോ ഇതൊന്നും തന്നെ എവിടെയും നമ്മൾ എഴുതി വെച്ചിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ബാക്കി ബാപ്പണ് ദ്വാപരയുഗത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് ഹിസ്റ്ററി ജോഗ്രഫി എഴുതപ്പെട്ടിട്ടുണ്ട്. ബാക്കി ദേവി ദേവത്വം കാ ലാഖോ വർഷ പെഹലെ ലേ ഗയ്. അപ്പൊ ബാബ പറഞ്ഞു തരാണ്, ശാസ്ത്രത്തില് ദേവീ ദേവന്മാരെ കുറിച്ച് അവർ എഴുതിയിരിക്കുന്നത് ലക്ഷാന്തരം വർഷങ്ങളുടെ കണക്കാണ്. അപ്പൊ ബാബ പറഞ്ഞത് പരിധിയില്ലാത്ത അറിവില്ലായ്മയല്ലേ. ബാബ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ കുട്ടികളും പരിധിയില്ലാത്ത അറിവില്ലാത്തവരായിരുന്നു. അപ്പൊ ഈ തോടാ സമജ് രഹേ ഹോ. അപ്പൊ ബാബ ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ ബാബന് കുറച്ചൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിവ് വരുന്നുണ്ട്. कोई तो अभी भी कुछ समझते नहीं, बहुत कुछ समझने का है. ബാബ പറഞ്ഞു ഇപ്പോഴും ചില കുട്ടികൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല, ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാബാനെ അബോ കി മഹിമ पर समझाया, इस पर क्या करना चाहिए. അതായത് ഇന്ന് ബാബ മുരളിയില് അബോ പർവ്വതത്തിന്റെ മഹിമയെ കുറിച്ച് മക്കൾക്ക് മനസ്സിലാക്കി തരാണ്. അപ്പൊ ബാപ്പണ് അതിനെക്കുറിച്ചുള്ള ചിന്തനം നിങ്ങൾ ചെയ്യണം. तुम्हारी बुद्धि में आना चाहिए, तुम यहाँ बैठे हो, तुम्हारा यादगार दिलवाड़ा मंदिर बना हुआ है. അപ്പൊ ബാബ പറഞ്ഞു തരണം, മക്കളുടെ ബുദ്ധിയിൽ ഈ സ്മൃതികളൊക്കെ ഉണരണം.
അതായത് അബുവിനെ കുറിച്ച് ബാബ പറയുമ്പോൾ അതേ സ്ഥാനത്താണല്ലോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ സ്മാരക മന്ദിരമായ ദിൽവാഡ ക്ഷേത്രം ഉള്ളത്. അപ്പോഴത് എപ്പോഴാണ് പണിതത്, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പണിതത്, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചിന്തനത്തിൽ വരണം. പറയാറുണ്ട് 1250 വർഷങ്ങൾക്ക് ശേഷമെന്ന്. അപ്പൊ ബാബ പറയണ കേട്ടി 1500 വർഷ ഹുയേ ഹെ തോ ബാക്കി കിത്തനെ വർഷ രഹെ. അപ്പൊ ബാബ പറഞ്ഞു തരാണ് 1250 വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയാറുള്ളത്. ഏകദേശം ആ അമ്പലത്തിന്റെ ആയുസ് അത്രയുണ്ട് എന്ന് പറയാം. അപ്പൊ ബാബ പറയണ ഈ കാലചക്രം എന്ന് പറയുന്നത് തന്നെ 5000 വർഷമാകുമ്പോൾ ബാക്കി എത്ര വർഷം ഉണ്ടാകും? 3750 വർഷം. तो उन्होंने भी अभी का यादगार और वैकुंठ का यादगार बनाया. അപ്പൊ ആ ദിൽവാഡ ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സംഗമയുഗത്തിന്റെയും സത്യുഗത്തിന്റെയും സ്മാരകമാണ് അതിലൊക്കെ കൊത്തിവെച്ചിട്ടുള്ളത്. मंदिरों की भी कंपटीशन होती है ना, एक दो से अच्छा बनाएंगे, अभी तो पैसा ही कहाँ है जो बनावे. അപ്പൊ ബാബ പറയണ പണ്ടൊക്കെ ക്ഷേത്രങ്ങൾ പോലും വളരെയധികം കോമ്പറ്റീഷനോട് കൂടി ചെയ്യാറുണ്ട്. അത് ഒരു ക്ഷേത്രം നല്ലതാണെങ്കിൽ അതിനേക്കാളും മികച്ച രൂപത്തിലായിരിക്കും മറ്റൊരു ക്ഷേത്രം പണിയാറുള്ളത്. പക്ഷെ ബാബ പറയണ വർത്തമാന സമയത്തില് അത്രയധികം പണം എവിടെ നിന്നാണ് അത്രയും വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ട്? പൈസ തോ ബഹുത് താ തോ സോമനാഥ് കാ മന്ദിർ കിത്തന ബഡാ ബനായ. ബാബ പറയണ സോമനാഥ ക്ഷേത്രം പണിതപ്പോൾ അന്ന് രാജാക്കന്മാരുടെ കൈവശമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സമ്പത്തുണ്ടായി. അതുകൊണ്ട് അത്രയും ആർഭാടമായിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ പണിതു. അബീത്തോ ബനാനാ സക്കേന. പക്ഷെ ബാപ്പണ് ഇപ്പൊ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊന്നും പണിയാൻ സാധിക്കില്ല. കാരണം അന്നൊക്കെ മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു പണിതത്. बल आग्रह आदि में बनाते रहते हैं, परंतु वो सब है फालतू. मनुष्य तो अंधेरी में है ना, जब तक बनावे तब तक विनाश भी आ जाएगा. वो बातें कोई भी नहीं जानता. ബാബ പറയണ എന്ത് തരത്തിലൊക്കെ ക്ഷേത്രങ്ങൾ പണിതാലും ബാപ്പൺ അതൊക്കെ തെറ്റാണല്ലോ. കാരണം ബാബ പറയണ ഇന്നും മനുഷ്യന് ഇരുട്ടിലാണ്. ആരുടെയാണോ ക്ഷേത്രം പണിയുന്നത് അവരാരാണെന്നോ എപ്പോൾ വന്നവരാണെന്നോ എന്താണ് ചെയ്തു പോയതെന്നും എന്തിനാണ് അവർക്ക് വേണ്ടി ക്ഷേത്രം പണിതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലാതെയാണ് ക്ഷേത്രങ്ങൾ പണിതിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ് മനുഷ്യർ പൂർണ്ണമായിട്ടും ഇരുട്ടിലാണ്. എപ്പോൾ വരെ വിനാശം നടക്കുന്നുവോ ബാബ പറയണ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ये बातें कोई की भी नहीं जानता. അപ്പൊ ബാബ പറയണ ഒന്നിനെ കുറിച്ചുള്ള അറിവും മനുഷ്യനിൽ ഉണ്ടാകുന്നില്ല. തോടത്തെ ഓർ ബനാത്തെ റഹത്തെ അവസാനം വരെ വിനാശമാകുന്നത് വരെ സംഭവിക്കുന്ന എന്താ? ക്ഷേത്രങ്ങൾ പണിയും, പിന്നെ അതിനെ പൊളിച്ചു മാറ്റും, വീണ്ടും പണിയും. ഇത് തന്നെയാണ് നടക്കുക. പൈസ മുഫത് മേ ആത്തേ റഹത്തെ ഹെ. അപ്പൊ ബാബ പറഞ്ഞു തരണം ധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, എല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് എനർജി. ഭക്തിമാർഗത്തിൽ സത്യത്തിൽ ബാബ പറയണ സമയം വ്യർത്ഥം, അതുപോലെ തന്നെ ധനസമ്പത്തുകൾ വ്യർത്ഥം, അതുപോലെ മനുഷ്യന്റെ ശക്തിയും വ്യർത്ഥം. कोई मरता है तो कितना टाइम गवाते हैं, हम कुछ भी नहीं करते. आत्मा तो चली गई, बाकी काल क्या काम की. ബാബ പറയണ നോക്കൂ, ഒരു ഭാഗത്ത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും എല്ലാം വ്യർത്ഥമാക്കുകയാണ്. മറ്റൊരു കാര്യം ബാബ പറഞ്ഞു തരണ, ആർക്കെങ്കിലും മരണം സംഭവിച്ചാല് അവരുടെ പുറകെ ബാബ പറയണ ആ കർമ്മം ഈ കർമ്മം ചെയ്യാൻ വേണ്ടി എത്രമാത്രം ധനസമ്പത്തുകൾ അതിന്റെ പുറകെ ചെലവാക്കുന്നു. ബാപ്പണ ശരീരം പോയാൽ പിന്നെ ആ രൂപത്തിൽ വീണ്ടും വരികയില്ലല്ലോ. അപ്പൊ ബാപ്പണ അത് പോയത് തന്നെ, അതിലൂടെ നമുക്ക് യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല. അപ്പൊ ബാപ്പണ എത്രമാത്രം ധനം, സമ്പത്ത്, സമയം നഷ്ടപ്പെടുത്തുകയാണ്. സർപ്പ് കാൽ ചോട് ദേത്താ ഉൻകി കൊയ് വാല്യൂ ഹേ ക്യാ. ബാബ പറയണ ഏതുപോലെ പാമ്പ് തന്റെ ഉറയ മാറ്റുന്നത് പോലെ അല്ലെ, തന്റെ തൊലി മാറ്റുന്നത് പോലെ ബാപ്പണ അതിനെന്ത് വാല്യൂ ഉള്ളത്? കുച്ച് ബി നഹി. ഭക്തി മാർഗ മേ കാൽ കി വാല്യൂ ഹെ. ജഡ് ചിത്ര കി പൂജ കിത്തനി കർത്തെ. ബാബ പറയണ ഭക്തി മാർഗത്തിലാണ് അതിനൊക്കെ വാല്യൂ ഉള്ളത്. നോക്കൂ, ബാബ പറഞ്ഞ ചൈതന്യമൂർത്തികളില്ല, ജഡമൂർത്തികളെയാണല്ലോ പൂജിക്കുന്നത്. പരന്തു ഈ കബ് ആയേ കൈസെ ആയേ കുച്ച് ബി പത്താ നഹി. ക്ഷേത്രങ്ങൾ പണിതു, ആ ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചു, പൂജാകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെപ്പോഴും ഉണ്ടായിരുന്നു, എന്താണ് ചെയ്തു പോയത്, ഇതൊന്നിനെ കുറിച്ചുള്ള അറിവ്, നോളജ് അവർക്കില്ല. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ ഇതൊക്കെ ഭൂതപൂജയാണ്,
5 തത്വം की पूजा करते हैं. സത്യത്തിൽ ബാബ പറഞ്ഞു രൂപങ്ങളെ പൂജിക്കുക എന്ന് പറഞ്ഞാല് ദേഹത്തെ പൂജിക്കുക എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ പൂജ. समझो ये लक्ष्मी नारायण स्वर्ग में राज्य करते थे. अच्छा 1500 वर्ष आयु पूरी हुई, शरीर छोड़ दिया, बस. ബാബ പറഞ്ഞു തരികയാണ്, നോക്കൂ, ലക്ഷ്മി നാരായൺ സ്വർഗത്തിലായിരുന്നു, അവിടെ രാജ്യം ഭരിച്ചവരാണ്. 150 വർഷം വരെ അവർ ജീവിക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്താകുന്നു, ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം വേറെന്താണ്, അതിന് യാതൊരു മൂല്യം അവിടെ ഉണ്ടാകുന്നില്ല. ശരീരത്തോ കൊയ് കാം കാ നാ രഹ. ബാപ്പയുടെ ദേഹം സത്യത്തിലേതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബാപ്പണ് ഇപ്പോഴത്താണെങ്കിലും ശരി, ബാപ്പണ് ഒരിക്കൽ ആത്മ ഈ ശരീരം വിട്ടു പോയാല് ഈ ശരീരത്തിന് യാതൊരു മൂല്യവും ഉണ്ടാകുന്നില്ല. उनकी वहां क्या वैल्यू होगी. आत्मा चली गई, शरीर चंडाल के हाथ में दे दिया, वो रस्म रिवाज संसार चला देगा. ബാബ പറഞ്ഞു തരണ, ആത്മാവ് ശരീരം വിട്ട് പോയി കഴിഞ്ഞാല് അത് സത്വത്തിലാണെങ്കിലും ശരി, ഇവിടെയാണെങ്കിലും ശരി, പിന്നീട് ഈ ശരീരം കൊടുക്കുന്നത് ചണ്ടാലിന്റെ കയ്യിലാണ്. അപ്പൊ ബാപ്പണി ചണ്ടാലിന് അതിൻ്റെതായിരിക്കുന്ന കാര്യകർമ്മക്രിയകളൊക്കെ ചെയ്യുന്നു, പിന്നീട് ആ ദേഹത്തെ കത്തിക്കും. ऐसे नहीं उनकी मिट्टी लेकर उड़ाएंगे नाम करने के लिए, कुछ भी नहीं. ബാപ്പണ അവിടെ അങ്ങനത്തെ സമ്പ്രദായം ഒന്നുമില്ല. പിന്നെ ആ ഭസ്മം കൊണ്ട് നടക്കുക, ചിതാഭസ്മം എന്ന് പറഞ്ഞ് എന്നിട്ട് വല്ല പുഴയിൽ ഒഴുക്കാൻ വേണ്ടി കൊണ്ടുപോകുക. അപ്പൊ ബാപ്പണ അങ്ങനത്തെ സിസ്റ്റം ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. യഹാ തോ കിത്തന കർത്തെ. ഇവിടെയാണെങ്കിലോ മരണത്തിന് ശേഷം അല്ലെ, മരണാനന്ത ക്രിയകൾ എന്ന് പറഞ്ഞ് ഒരു വർഷത്തോളം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബ്രാഹ്മൺ കിലാത്തെ യേ കർത്തേ ഹേ. ബാപ്പണ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലെ, ബ്രാഹ്മണരെ വിളിപ്പിക്കും, കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കും, എന്നിട്ട് ബ്രാഹ്മണന്റെ ദേഹത്തിലേക്ക് ആ ആത്മാക്കളെ വിളിപ്പിക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിപ്പിക്കും. വഹാത്തോ യേ കുച്ച് ഹോത്താനെ ഹേ. സത്യത്രേതായുഗത്തിലെ ബാപ്പണ മരണാനന്തര കർമ്മങ്ങളോ ക്രിയകളോ ചടങ്ങുകളോ ഒന്നും ചെയ്യാറില്ല. കാൽത്തോ കൊയ് കാം കി നഹി രഹി ന. ബാബ പറഞ്ഞ ശരീരം വിട്ട് കഴിഞ്ഞാല്, ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ഒരു ഉപയോഗത്തിനും ഉണ്ടാകുന്നില്ല. കാൽക്കോ ജലാ ദേട്ട ബാക്കി ചിത്രത്തെ. ബാബ പറഞ്ഞു തരണ, ഈ ശരീരത്തെ കത്തിച്ചു കളയും, ബാക്കിയുള്ളത് എന്താണ്, രൂപം മാത്രം. സോ ബി അക്യുറേറ്റ് ചിത്രം മില്ലാ സക്കേന. അപ്പൊ ബാപ്പടി ഇന്ന് അവരുടെ ചിത്രമുണ്ട് ദേവീ ദേവന്മാരുടെ, എന്നാലും ബാപ്പണ് സത്യത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന ദേവീ ദേവന്മാരുടെ അക്യുറേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും വരയ്ക്കാനും സാധിക്കില്ല. ये आदि देव की पत्थर की मूर्ति एक्यूरेट थोड़े ही है. पूजा जब शुरू की है तब के पत्थर की है. അപ്പൊ ബാബ പറയണ ആദിദേവന്റെ ചിത്രങ്ങള് അഥവാ രൂപങ്ങൾ ഏതാണോ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്, അതും ബാബ പറയണ അക്യുറേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല. എപ്പോൾ മുതലാണോ പൂജ കാര്യങ്ങൾ ഭക്തി ആരംഭിച്ചത്, അപ്പോഴാണല്ലോ നമ്മൾ ദേവതകളുടെ രൂപങ്ങളൊക്കെ ശിലയിൽ കൊത്താൻ തുടങ്ങിയത്. അസുൽ ജോ താ വോ തോ ജൽക്കർ ഖതം ഹോ ഗയാ ന. ബാബ പറയണ്, യഥാർത്ഥത്തിൽ ആരാണോ ജീവനോടെ ദേവീ ദേവന്മാരുണ്ടായിരുന്നത്, ബാബ പറയണ അവർക്ക് എന്ത് സംഭവിച്ചു. ബാബ പറയണ അവരുടെ സത്വത്തിലെ റോള് കഴിയുമ്പോഴെന്താകും, അവർക്ക് ആയാ ജന്മത്തിലെ റോള് കഴിയുമ്പോൾ ദേഹം വിടും, വസ്ത്രം മാറും അല്ലെ. ബാപ്പണ പിന്നീട് ആ ശരീരം എന്താകും, കത്തിച്ചു കളയും. फिर ഭക്തി മാർഗമേ എനിക്കലാ ഹെ. ബാബ പറയണ പിന്നീട് ഭക്തി മാർഗത്തിൽ വരുമ്പോൾ ചില സ്മൃതികളൊക്കെ ഉണരുമ്പോൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ഇന്ന ദേവീ ദേവന്മാരുണ്ടായിരുന്നു എന്നുള്ള ഒരു സ്മൃതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വരയ്ക്കാനും ശില്പങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയത്, അതും ഭക്തി മാർഗത്തിൽ. ഇൻ ബാത്തോ പർ ഭി സോച്ചോ തോ സോച്ച് ചലത്താ ഹെ ന. ആബോ കി മഹിമാക്കോ അച്ചി രീതി സിദ്ധ കർണ. അപ്പൊ ബാബ പറയണ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചിന്തനങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പൊ ബാപ്പണ അബുവിനെ കുറിച്ചുള്ള മഹിമ നല്ല രീതിയിൽ ബാബ പറഞ്ഞ് തെളിയിച്ചു കൊടുക്കണം. തുമ്പി യഹാ ബൈട്ടേ ഹോ. എത്രമാത്രം അബു പർവ്വതത്തിന് മഹിമയുണ്ട് എന്നുള്ളത് ബാപ്പണ നിങ്ങൾ തെളിയിക്കുക. അപ്പൊ ബാപ്പണ ഈ സമയത്ത് നിങ്ങൾ കുട്ടികളും ഇവിടെ തന്നെയാണല്ലോ. എവിടെ, മധുബനത്തില്. ഒരു ഭാഗത്ത് മധുബന തപസ്യാ ഭൂമി നിൽക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ദിൽവാഡ ക്ഷേത്രം. യഹാ ഹി ബാപ് സാരേ വിശ്വ കെ നർക് സെ സ്വർഗ ബനാ രഹേ ഹെ. तो यही सबसे ऊंचे ऊंच തീർത്ഥ ടെഹര. അപ്പൊ ബാപ്പണ് എന്തുകൊണ്ടാണ് അബു പർവ്വതത്തിന് ഇത്രയധികം മഹിമയുള്ളത്? കാരണം ആ സ്ഥാനത്ത് തന്നെയാണ് ബാബ വന്ന് മുഴുവൻ വിശ്വത്തെയും നരകത്തിൽ നിന്ന് സ്വർഗമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞ സർവോച്ചമായിരിക്കുന്ന തീർത്ഥസ്ഥാനമാണ് അബു. अब इतनी भावना नहीं है,
सिर्फ एक शिव में भावना है, कहाँ भी जाओ शिव का मंदिर जरूर होगा. പക്ഷെ ബാപ്പണ് ഇത്രയധികം രഹസ്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ. ശിവനെ എന്താണ് ബാബ പറഞ്ഞ ശിവന് ഭഗവാനാണെന്നുള്ളൊരു ഭാവനയിൽ കൂടി ബാബ പറഞ്ഞ ശിവന്റെ ക്ഷേത്രങ്ങൾ പണിയുന്നു, പൂജാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ബാബ പറഞ്ഞ ശിവൻ വരുന്നത് എവിടെയാണ് തന്റെ കർമ്മത്തെ പൂർത്തീകരിക്കുന്നത്, എന്ത് കർമ്മമാണ് ചെയ്തു പോകുന്നത്. ബാപ്പണ് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയുന്നില്ലല്ലോ. अमरनाथ में भी शिव का ही है कहते शंकर ने पार्वती को कथा सुनाई. ബാബ പറയണ അമരനാഥത്തിലും കൂടി നമുക്ക് എന്ത് കാണാൻ പറ്റും? ശിവനെ കാണാം അല്ലെ, അവിടെ ശിവലിംഗം തന്നെയാണ്. പക്ഷെ ഭക്തരുടെ വിശ്വാസം എന്താണ്? ശങ്കരൻ പാർവതിക്ക് അവിടെയാണ് കഥ കേൾപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വഹാത്തോ കഥാക്കി ബാത് ഹി നഹി. ബാബ പറയണ ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന ഈ സ്ഥലത്ത് ബാബ പറയണ എന്തിന്റെ ആവശ്യമായിരുന്നു അവിടെ കഥ കേൾപ്പിക്കാനുള്ളത്? മനുഷ്യർക്കോ കുച്ച് ബി സമജ് നഹി ഹെ. ബാപ്പൺ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി ബാപ്പൺ അതിനെക്കുറിച്ചുള്ള ചിന്തനം പോലും, ചിന്തിക്കാനുള്ള വിവേകം പോലും അവർക്കില്ല. അബി തുംകോ സമജ് ആയി ഹെ, ആകെ പതാത്താ ക്യാ. ഇപ്പൊ നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് സത്യത്തിൽ നടന്ന കഥ എന്നുള്ളത്. അപ്പൊ ബാബ പറഞ്ഞു തരണി ഇപ്പൊ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നില്ലല്ലോ. अभी बाबा अबो की कितनी महिमा करते, सर्व तीर्थों में ये महान तीर्थ. ഇപ്പോൾ ബാബ നേരിട്ട് മക്കൾക്ക് പറഞ്ഞു തരാണ് അബോ പർവ്വതത്തിന് എത്രമാത്രം മഹിമയുണ്ട്. സർവോത്തമമായിരിക്കുന്ന അഥവാ മറ്റെല്ലാ തീർത്ഥസ്ഥാനങ്ങൾക്ക് വെച്ച് സർവോത്തമമായിരിക്കുന്ന തീർത്ഥസ്ഥാനമാണ് അബോ പർവ്വതം. बाबा समझाते तो बहुत है, परंतु जबकि अनन्य बच्चों की बुद्धि में बैठे अभी तो देहाभिमान बहुत है. ബാബ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാലോ ബാബ പറഞ്ഞ അത്രയും അനന്യ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതൊക്കെ ഉണ്ടായാലല്ലേ അതിനെന്തെങ്കിലും തെളിയിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ബാപ്പണ് ഇപ്പോഴും മക്കളുടെ ബുദ്ധിയിൽ, അതായത് മക്കളിൽ ഇപ്പോഴും ദേഹാഭിമാനമുണ്ട്. അതുകൊണ്ട് ബാബ കേൾപ്പിക്കുന്ന ജ്ഞാനം മുഴുവനോടെ ബുദ്ധിയിൽ ധാരണയിൽ കൊണ്ടുവരാൻ പറ്റുന്നുമില്ല. ഇനി അത് മറ്റുള്ളവർക്ക് തെളിയിച്ച് പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ ബാബ പറഞ്ഞത്? ദേഹാഭിമാനം. ജ്ഞാൻ തോ ബഹുത് ദേർ ചാഹിയേ, റിഫൈനൻസ് ബഹുത് ആനി ഹെ. ബാബ പറഞ്ഞു തരുന്ന നിങ്ങളുടെ ഉള്ളിൽ അത്രയധികം ജ്ഞാനം നിറയ്ക്കണം. ജ്ഞാനം നിറച്ചാൽ മാത്രം പോരാ, ബാബ പറഞ്ഞ നിങ്ങളുടെ ബുദ്ധിയുടെ ശുദ്ധീകരണവും നടക്കണം. अभी तो योग बड़ा मुश्किल कोई का लगता, योग के साथ फिर नॉलेज भी चाहिए. ബാബ പറഞ്ഞ ഇപ്പോഴും കുട്ടികളില് യോഗത്തിന്റെ സ്ഥിതിയിലേക്ക് വരിക വളരെ പ്രയാസമാണ്. ഇനി ബാബ പറഞ്ഞ യോഗ മാത്രം ഉണ്ടായ പോരാ, അതോടൊപ്പം തന്നെ ജ്ഞാനവും ഉണ്ടാകണം. ഐസെ നഹി സിർഫ് യോഗമേ രഹന അല്ലെ, ബാബ രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മുരളിയിലും ബാബ പറഞ്ഞ ജ്ഞാനി യോഗി ആത്മാവാകണം. നോളജ്ഫുൾ ആയ മാത്രം പോരല്ലോ, ബാബ പറഞ്ഞ യോഗത്തിന്റെ ശക്തിയും കൂടി വരണം. പക്ഷെ ചില കുട്ടികൾ വെറും യോഗത്തിൽ ഇരിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ്. യോഗമേ നോളജ് ജറൂർ ചാഹിയേ. പരിവർത്തനം നടക്കണമെങ്കിൽ ബാബ പറഞ്ഞ യോഗത്തിൽ ജ്ഞാനവും കൂടി ഉണ്ടായിരിക്കണം. ദഹലി മേ ജ്ഞാൻ വിജ്ഞാൻ ഭവൻ നാം രക്കാ, പരന്തു ഇൻകാ അർത്ഥ ക്യാ ഹെ യെ സമസ്തേ തോടെ ഹി ഹെ. ബാപ്പന് ഡൽഹിയിൽ അങ്ങനെ ഒരു ഭവനമുണ്ട്, അതിന്റെ പേരാണ് ജ്ഞാനവിജ്ഞാന ഭവനം എന്ന്. പക്ഷെ ബാപ്പണ്ണ അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. ജ്ഞാൻ വിജ്ഞാൻ തോ സെക്കൻഡ് കാ ഹേ, ശാന്തിദാം സുഖദാം. ബാപ്പണ്ണ ജ്ഞാനവിജ്ഞാനം എന്ന് പറയുന്ന ഒരു സെക്കൻഡിൻ്റെതാണ്. അതായത് വിജ്ഞാനം എന്ന് പറഞ്ഞ മുക്ത അവസ്ഥ, അത് ശാന്തിധാമത്തില്. ജ്ഞാനത്തിന്റെ അവസ്ഥ എവിടെയാണ്? സുഖധാമത്തില്. പരന്തു മനുഷ്യമേ ജറാ ബി ബുദ്ധി നഹി ഹെ. പക്ഷെ ബാപ്പണ്ണ ഇതെല്ലാം അറിയാൻ വേണ്ടി മനുഷ്യരിൽ അല്പം പോലും ബുദ്ധിയില്ല. അർത്ഥത്തോടെ ഹി സമസ്തേ ഹെ. ബാപ്പണ്ണ ഇതിന്റെ അർത്ഥമൊന്നും അവർക്ക് അറിയുന്നില്ല. ചിന്മയാനന്ദ് ആദി കിത്തനെ ബഡേ ബഡേ സന്യാസി ആദി ഹെ, ഗീത സുനാത്തെ കിത്തനെ ഉനോക്കോ ഡേർ ഫോളോവേഴ്സ് ഹെ. ഇപ്പൊ ബാബ പറഞ്ഞ നോക്കി എത്ര ധാരാളം വലിയ വലിയ പ്രശസ്തരായിരിക്കുന്ന സന്യാസിമാരുണ്ട്. അതിൽ ഇന്ന് ബാബ എടുത്ത് പറയണ ചിന്മയാനന്ദൻ. ബാപ്പണ്ണ അവരൊക്കെ ഗീത ഉപദേശിക്കുന്നവരാണ്. എത്ര പേരാണ് അവർക്ക് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്? सबसे बड़ा जगत का गुरु तो एक ही बाप है. ബാപ്പണ്ണ ലോകത്തിൽ എത്ര തന്നെ പ്രശസ്തി ആർജിച്ച ഗുരുക്കന്മാരുണ്ടാകാം, സന്യാസിമാരുണ്ടാകാം. പക്ഷെ ബാബ പറഞ്ഞ ഏറ്റവും വലിയ ജഗത് ഗുരു ആരാണ്? അത് ഒരേ ഒരു ബാബ തന്നെയാണ്.
बाप और टीचर से बड़ा गुरु होता है. बाबा പറഞ്ഞു തരുന്ന ബാപ്പ് और टीचर से बड़ा गुरु होता है. അച്ഛനേക്കാളും ടീച്ചറിനേക്കാളും ശ്രേഷ്ഠനാരാ? ഗുരു ആയിരിക്കും. स्त्री कभी दूसरी पति नहीं करेगी तो गुरु भी दूसरा नहीं करना चाहिए. ബാബ പറഞ്ഞു തരുന്ന ഏതുപോലെ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരു പതി എന്നുള്ള ഇതാണുള്ളത്. അപ്പൊ ബാബ പറയുന്ന ഒരു സ്ത്രീക്ക് മറ്റൊരു പതിയെ കാണാനോ അല്ലെങ്കിൽ അവരെ ചിന്തിക്കാനും പോലും പാടില്ല മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ബാബ പറഞ്ഞു തരുന്ന സർവശ്രേഷ്ഠ സ്ഥാനം മനുഷ്യ ജീവിതത്തിൽ ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഗുരുവിനാണ്. അപ്പൊ ബാപ്പണ് ഒരു ഗുരു അല്ലാതെ രണ്ടാമതൊരു ഗുരു നമുക്ക് ഉണ്ടാകരുത്. ഏക് ഗുരു കിയാ ഉൻകോ ഹി സദ്ഗതി കർണി ഹെ ഫിർ ഓർ ഗുരു ക്യോ. ബാപ്പണ് ഗുരു എന്ന് വെച്ചാൽ സദ്ഗതി നൽകുന്നവൻ എന്നാണ്. അപ്പൊ ബാപ്പണ് ഒരു ഗുരുവിലൂടെ സദ്ഗതി ലഭിക്കുന്നു എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റൊരു ഗുരുവിനെ തേടി പോകേണ്ടത്? സദ്ഗുരു തോ ഏകി ബേഹദ് കാ ബാപ് ഹെ. അപ്പൊ ബാപ്പണ് സദ്ഗുരു ആരാണ്? ഒരേ ഒരു പരിധിയില്ലാത്ത ബാബയാണ്. സബ്കി സദ്ഗതി കർണേ വാല. അപ്പൊ അവർ തന്നെയാണ് സർവർക്കും സദ്ഗതി നൽകുന്നവനും. പരന്തു ഇൻ ബാത്തോं को बहुत है जो बिल्कुल समझते नहीं. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ബാബ പറഞ്ഞ അനേക മക്കൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല. बाबा ने समझाया ये राजधानी स्थापन हो रही है तो नंबरवार होंगे ना. അപ്പൊ ബാബ പറഞ്ഞു തരുന്ന രാജധാനിയാണല്ലോ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ബാബയുടെ നമ്പർവാർ ആയിരിക്കും അല്ലേ? ഞായറാഴ്ചത്തെ മുരളിയിൽ ബാബ പറഞ്ഞല്ലോ, നിങ്ങൾ ആരാണ് ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവരൊട്ടും നന്നാവില്ല, ഇവർ ശരിയാവില്ല എന്നൊക്കെ അല്ലേ? കാരണം ബാബയ്ക്ക് അറിയാം എല്ലാവരും ഒരുപോലെ ആവില്ല എന്നുള്ളത്. അത് മുൻകൂട്ടി അറിയുന്ന കാര്യമാണ്. കാരണം എല്ലാവരും ബാബ പറഞ്ഞ നമ്പർവാറാണ്. കാരണം ഇത് രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. പക്ഷെ ബാബ പറയണ ഇതൊന്നും ഒട്ടും ആരും മനസ്സിലാക്കുന്നില്ല. ഡ്രാമമേ പാർട്ട് ഐസാ ഹേ ടീച്ചർ തോ സമജ് സക്തേ ഹെ. ഡ്രാമയിൽ അങ്ങനെയാണല്ലോ പാർട്ട്. ടീച്ചറിനത് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? ജിസ് ശരീർ ദ്വാര സംജാത്തെ ഉൻകോ ഭി തോ മാലൂം പടുത്താ ഹോഗ. ഏത് ശരീരത്തിന്റെ ആധാരം എടുത്താണോ ബാബ ഈ ജ്ഞാനം നൽകുന്നത് അപ്പൊ അവർക്ക് പോലും ഈ ജ്ഞാനം ഉണ്ടായിരിക്കും. ഏതോ ഗുഡ് ജാനേ ഗുഡ് കി ഗോത്രി ജാനേ. അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ല് സിന്ധിയിൽ പറയാറുണ്ട്, ബെല്ലിരിക്കുന്ന ചാക്കിനറിയാം, അതുപോലെ തന്നെ ബെല്ലത്തിനറിയാം അതിന്റെ മധുരം എത്രമാത്രമാണെന്ന്. അപ്പൊ ഗുഡ് ശിവ് ബാബ കോ കഹാ ജാത്ത वो सबकी അവസ്ഥ को जानता. അപ്പൊ ഇവിടെ ബെല്ലം ഏതാണ്? ശിവ് ബാബ. ചാക്ക് ഏതാണ്? ബ്രഹ്മ ബാബ. അപ്പൊ ഈ ബെല്ലിരിക്കുന്ന ചാക്കാണ് ബ്രഹ്മ ബാബ. അപ്പൊ ബാബ പറയാണ് ഇവർ രണ്ടുപേർക്കും അറിയാം എല്ലാവരുടെ അവസ്ഥ എന്താണ് എന്നതിന്. ഹരേക്ക് की पढ़ाई से समझ सकते कौन कैसे पढ़ते कितनी സർവീസ് करते അല്ലേ? ബാബ പറഞ്ഞു ഓരോരുത്തരുടെ പഠിത്തം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ടച്ഛനും എന്ത് ഇവരെത്രമാത്രം പഠിക്കുന്നുണ്ട്, എത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഓരോ കുട്ടികളുടെ അവസ്ഥയെ ബാബ്ദാദയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കിतना बाबा की सर्विस में जीवन सफल करते ऐसे नहीं इस ब्रह्मा ने गरबार छोड़ा इसलिए लक्ष्मी नारायण बनते. അപ്പൊ ബാബ പറയാണ് എത്രമാത്രം ഇവര് ഈ സേവനത്തില് തന്റെ ജീവിതത്തെ സഫലമാക്കിയിട്ടുണ്ട്. പദവി നേടുന്നതും കൂടി ഏതിന്റെ ആധാരത്തിലാ? നമ്മളിൽ എന്തെല്ലാം സമ്പത്തുകളുണ്ട്, ജ്ഞാനമാകട്ടെ അല്ലെ, ധനമാകട്ടെ, സങ്കല്പാകട്ടെ, നമ്മളുടെ വിശേഷതകളാകട്ടെ, നമ്മളുടെ ഗുണങ്ങളാകട്ടെ, ബാബപ്പണ എന്തൊക്കെ ഞാൻ സഫലാക്കുന്നു അതിന്റെ ആധാരത്തില്. അപ്പൊ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ബ്രഹ്മബാബ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ലക്ഷ്മി നാരായൺ ആയത് എന്ന്. മെഹനത് കർത്തേ ഹേന. ബാബ പറഞ്ഞു തരണ ആ കാരണം കൊണ്ടാണോ ലക്ഷ്മി നാരായൺ ആയത്? അല്ലല്ലോ. ബാപ്പണ് എത്രമാത്രം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകും. ये नॉलेज बहुत ऊंची है. कोई अगर बाप की अवज्ञा करते तो एकदम पत्थर बन पड़ता. ബാബ പറഞ്ഞ ഈ ജ്ഞാനം സാധാരണ ജ്ഞാനമല്ല. ബാബ ഇത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ജ്ഞാനാണ്. ആരെങ്കിലും ഒരാൾ വീടും കുടുംബമൊക്കെ വിട്ട് വന്നിട്ട് ഒരു സന്യാസം എടുത്തത് കൊണ്ട് ഒരാൾ രാജാവാകാൻ പറ്റുമോ അല്ലെങ്കിൽ ദേവനാകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബാബ പറഞ്ഞു തരുന്ന ഈ ജ്ഞാനം വളരെയധികം ശ്രേഷ്ഠമാണ്. ആരെങ്കിലും ബാബയുടെ ജ്ഞാനത്തെ ലംഘിക്കുകയാണ് എങ്കിൽ പാപ്പൻ അവർ ഒറ്റയടിക്ക് എന്താകും? കല്ലായി തീരും. പറഞ്ഞ അവരുടെ ബുദ്ധി എന്താകും? ഭ്രഷ്ടമാകും.
बाबा ने समझाया था ये इंद्र सभा है, शिव बाबा ज्ञान वर्षा करते. ബാബ അതുകൊണ്ടാണ് പറയാറുള്ളത്, ബാബ നിൽക്കുന്ന ഭൂമി, പറഞ്ഞ മധുബന ഭൂമി, അതാണ് ഇന്ദ്രസഭ, ഇന്ദ്രനുള്ള ഭൂമി. അതായത് ശിവബാബയാണ് ജ്ഞാനത്തിന്റെ മഴ വർഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാബയ്ക്കുള്ള മറ്റൊരു മഹിമ എന്താണ്? ഇന്ദ്രൻ എന്നുള്ളത്. ഉൻകി അവജ്ഞ കി തോ ശാസ്ത്രോ മേ ലിഖാ ഹുവാ ഹെ പത്തർ ബുദ്ധി ഹോ ഗയി. അപ്പൊ ബാബ പറഞ്ഞ ഇന്ദ്രന്റെ ആജ്ഞയെ ലംഘിക്കുമ്പോഴാണ് ശാസ്ത്രത്തിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? കല്ലായി മാറും, അല്ലെ, ശപിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ബാബയുടെ ബുദ്ധിയാണ് കല്ലായി മാറുക. इसलिए बाबा सबको लिखते रहते, साथ में संभाल से कोई को ले जाओ, ऐसे नहीं विकारी अपवित्र यहाँ आकर बैठे. അതുകൊണ്ടാണ് ബാബ എല്ലാവർക്കും ഓരോ നിയമങ്ങൾ നൽകാറുള്ളത്, അല്ലെ. മധുബന പോകുമ്പോൾ ഓടിച്ചാടി പിക്നിക്കിന് പോണ പോലെ അല്ലല്ലോ. ലൗകികത്തിലാവുമ്പോ പിക്നിക്ക് പോണ പോലെ പോകാം. പക്ഷെ ബാബയുടെ മക്കളായതിനു ശേഷം മധുബൻ എന്ന് പറഞ്ഞ പിക്നിക് അല്ല. അപ്പൊ അതുകൊണ്ട് ബാബ പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വളരെ ധാരണയുള്ള കുട്ടികളെ കൊണ്ടുവരാം, അല്ലാതെ ബാപ്പണ്ണ വികാരികളും അപവിത്രരായിരിക്കുന്നവരെ കൊണ്ടുവരരുത്. നഹി തോ ഫിർലെ ആനെ വാലെ ബ്രാഹ്മണി പർ ദോഷ് പഠിച്ചാത്താ ഹെ. ബാബ പറഞ്ഞ ഒരു ധാരണയും ചെയ്യാത്ത കുട്ടികളെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ കൊണ്ടുപോകുന്ന ടീച്ചർക്ക് എന്താകും? അതിന്റെ ദോഷം ഉണ്ടാകും. ഐസെ കോയി കോ ലേ നഹി ആനാ, ബഡി റെസ്പോൺസിബിലിറ്റി ഹെ. ബാബ പറയണ വെറുതെ അത്തരത്തിൽ ആരെയും കൂട്ടി കൊണ്ടുപോകരുത്. കാരണം ബാബ പറഞ്ഞ അത്രയും നിങ്ങളിൽ ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. എങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്? ഇപ്പൊ നോക്കൂ, നവംബറിൽ നമ്മുടെ സേവനാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സേവനാണ് കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാരും വിചാരിക്കും നമുക്ക് സേവ ചെയ്തൂടെ, നമുക്ക് സേവ ചെയ്തൂടെ. അത്രയധികം ബ്രാഹ്മണര്, പക്കാ ബ്രാഹ്മണര്, 15,000 ബ്രാഹ്മണര് വരുമ്പോ അവരത്രയും വർഷം ബാബയുടെ ജ്ഞാനം കേട്ട് അത്രയും ശുദ്ധാഹാരികളായിരിക്കും. അപ്പൊ നമ്മൾ ധാരണയില്ലാത്തവരെ പിടിച്ചിട്ട് ആ കുഴപ്പമില്ല സേവ ചെയ്തോട്ടെ പറഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് ആക്കിയാൽ അതിന്റെ പാപം ആർക്ക് വരും? നമുക്ക് വരില്ല. അപ്പൊ നിയമം വേണം. അത് ബ്രഹ്മചര്യ വ്രതത്തിന്റെ നിയമം ഉണ്ടായിരിക്കണം പക്ക. അല്ലാണ്ട് എന്താണ്, ചിലർ മധുവനം പോകുന്നത് വരെ 1 മാസം മാത്രം വ്രതം, അങ്ങനെയുള്ളവരെ കിച്ചണിലെ അലൗഡ് അല്ല. അത് സെൻട്രലാണെങ്കിൽ പോലും. അതുപോലെ തന്നെ ആഹാരം, നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് കഴിക്കാം, അവിടെ നിന്ന് കഴിക്കാം. നമ്മൾ നോൺ വെജ് കഴിക്കില്ല, പക്ഷെ മോരെല്ലാം തൈരെല്ലാം കൂട്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. അങ്ങനെയുള്ളവർക്കും കിച്ചണിലെ അലൗഡ് അല്ല. വിളമ്പാനും അലൗഡ് അല്ല, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സമ്മതമല്ല. അപ്പൊ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് തോന്നും അതെന്താ നമുക്കെല്ലാം ചെയ്തൂടെ, നമ്മളൊക്കെ വെജിറ്റേറിയൻ അല്ലേ. വെജിറ്റേറിയൻ ആയതുകൊണ്ട് കാര്യമില്ല. ബ്രഹ്മചര്യ വ്രതം മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പങ്ങളിൽ പോലും നമുക്ക് ലൗകികത്വം ഉണ്ടാകരുത്. ഇപ്പൊ ഭാര്യ ഭർത്താവാണ്, അച്ഛൻ അമ്മ, അത്തരത്തിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഉണ്ടാകരുത് കിച്ചണിൽ സേവ ചെയ്യുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് ബാബ പറഞ്ഞു തരണം, മധുബനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൊണ്ടുപോകാൻ വേണ്ടി. തുമക്കോ വിശ്വ കി ബാദ്ഷാഹി ദേത്തി തോ ഉൻകാ റിഗാർഡ് കിतना रखना चाहिए. നോക്കൂ, ബാബ സർവശ്രേഷ്ഠനാണ്. അപ്പൊ ബാബ നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വന്നപ്പോൾ ബാബ നൽകുന്ന ഓരോ ആജ്ഞയ്ക്ക് നമ്മൾ എത്രമാത്രം മഹത്വം കൊടുക്കണം, എത്ര ആദരവ് കൊടുക്കണം. ബഹുത്തോം കോ മിത്ര സംബന്ധി ആദി യാദ് പെടുത്താ, ബാബയ്ക്ക് യാദ് ഹൈ ഹി നഹി. അപ്പൊ ബാബ ശ്രദ്ധിക്കാണ്, കുട്ടികൾക്ക് ബന്ധുമിത്രാദികളൊക്കെ ഓർമ്മയുണ്ട്. അവിടെ ആരെ മറക്കുന്നുണ്ട്? അവര് ബാബയെ തന്നെ മറക്കുന്നു, ബാബയെ ഓർമ്മിക്കാറേ ഇല്ല. अंदर ही गुटका खाते रहते, बाबा समझाते यह है आसुरी दुनिया, अभी दैवी दुनिया बनती, हमारी एम ऑब्जेक्ट यह है. അപ്പൊ ബാപ്പയുടെ ഉള്ളിൽ തന്നെ ഇവര് മറ്റുള്ളവരെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കാൻ, ബാബയെ ഓർമ്മിക്കാതെ. അപ്പൊ അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരാണ്, നോക്കൂ, ഇത് ആസുരീയ ലോകമാണ്, നമ്മുടേത് ദൈവീ ലോകമാണ്. അവിടത്തേക്ക് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ബാബ പറയണ ലക്ഷ്മി നാരായണനായി തീരണം. ജോ ബി ചിത്ര ഹേ സബ്കി ബയോഗ്രഫി കോ തും ജാനത്തെ ഹോ. അപ്പൊ ബാപ്പയുടെ ഭക്തിമാർഗത്തിൽ ആരുടെയൊക്കെ ചിത്രങ്ങൾ പറഞ്ഞ ദേവതാ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ബയോഗ്രഫിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. മനുഷ്യോं को समझाने के लिए कितनी मेहनत की जाती.
ഇതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കണം. തും ഭി സമസ്തേ ഹോങ്കി കുച്ച് അച്ഛ ബുദ്ധിവാൻ ഹെ അല്ലേ. ഇപ്പൊ ബാപ്പണ് നമ്മൾ ജ്ഞാനം കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് തോന്നും ഇവർ നല്ലൊരു ബുദ്ധിവാനാണ് എന്ന്. ഇനി ചിലവർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. തും ബച്ചോ മേ ജിസ്നെ ജിतना ജ്ഞാൻ ഉട്ടായ वो संसार ही सर्विस कर रहे हैं. ഇനി ബാബ മക്കളെ കുറിച്ച് പറയാണ്. ആരെത്രമാത്രം ജ്ഞാനത്തെ തന്റെ ജീവിതത്തിൽ ധാരണയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, മറ്റുള്ളവരുടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. മുഖ്യ ബാത് ഹൈ ഹി ഗീത കെ ഭഗവാൻ കി. ബാബ എന്താണ് സേവനം പറഞ്ഞത്? പ്രധാനമായിട്ടും മറ്റുള്ളവർക്ക് നമ്മൾ എന്താണ് പരിചയം കൊടുക്കേണ്ടത്? ഗീതയുടെ ഭഗവാൻ ആരാണ് എന്നുള്ള പരിചയം. सूर्यवंशी देवी देवताओं का ये एक ही शास्त्र अलग अलग नहीं, ब्राह्मणों का भी अलग नहीं. അപ്പൊ ബാപ്പണ് സൂര്യവംശി ദേവി ദേവന്മാരുടെ ഒരേ ഒരു ധർമ്മശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ബാബ പറഞ്ഞ ഹിന്ദുക്കളുടെ വേറെ, സൂര്യവംശികളുടെ വേറെ, ചന്ദ്രവംശികളുടെ വേറെ അല്ല. ബാബ പറയുന്ന സൂര്യവംശികളുടെയും ചന്ദ്രവംശികളുടെയും ബ്രാഹ്മണരുടെയും ഒരേ ഒരു ധർമ്മശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പൊ ബാപ്പൺ ഇതൊക്കെ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. इस ज्ञान मार्ग में भी चलते चलते अगर विकार में गिर पड़े तो ज्ञान बच जाएगा. ബാബ പറഞ്ഞിത്തരണ ജ്ഞാനമാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു പക്ഷേ വികാരത്തിൽ അകപ്പെട്ടു പോയി എങ്കിൽ ബാപ്പണ അത്രയും വർഷജ്ഞാനം എന്താണോ ധാരണയിൽ വന്നത് ബാപ്പണ അത് ഒറ്റടിക്ക് തന്നെ എന്താകും, ഇല്ലാതാകും. ബാപ്പണ ഒഴുകിപ്പോകും എന്നാണ് പറയുന്നത്. बहुत अच्छे अच्छे जाकर विकारी बने तो पत्थर बुद्धि हो गई. इसमें बड़ी समझ आई. അപ്പൊ ബാബ ഓർമ്മയ്ക്കാണ്, യജ്ഞത്തിന്റെ തുടക്കത്തിലൊക്കെ നല്ല നല്ല കുട്ടികൾ, തപസ് ചെയ്ത കുട്ടികളുണ്ടായി. പക്ഷെ ബാപ്പണ് അത്തരത്തിൽ നല്ല പുരുഷാർത്ഥികളായിരിക്കുന്ന മക്കൾ വികാരത്തിൽ അകപ്പെടുകയും കല്ല് ബുദ്ധിയുള്ളവരായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ബാപ്പണ് ജ്ഞാനം മനസ്സിലാക്കാനും നല്ലൊരു വിവേകം ആവശ്യമാണ്. ബാബ് ജോ സംജാത്തി ഉൻകോ ഉഘാർന ചെയ് അല്ലേ. ഇപ്പൊ ബാബ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ബാപ്പണ് ജസ്റ്റ് കേട്ട് പോകുന്നതല്ല. അപ്പൊ ബാപ്പണ് അതിനൊക്കെ അയവർക്കിക്കൊണ്ടിരിക്കണം. യഹാ തോ തുംകോ ബഹുത് സഹജ് കൊയ് ലൗകിക് കാര്യ വ്യവഹാർ ഹംഗാമ ആദി നഹി. അപ്പൊ മധുബന ഭൂമിയിൽ നമ്മൾ എത്ര ദിവസം നിൽക്കുന്നോ ബാപ്പണ് അവിടെ നമുക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കും. ബ്രാഹ്മണരുടെ ദിനചര്യ പാലിക്കാൻ പറഞ്ഞാൽ എളുപ്പമായിരിക്കും, നിയമങ്ങൾ പാലിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ബാപ്പണ് മധുബനത്തിൽ നിൽക്കുന്നത് വരെ ലൗകിക കാര്യവ്യവഹാരങ്ങളോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ കോലാഹലമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ബാഹർ മേ രഹനെ സെ ദണ്ഡി ആദിക്ക് കിത്തനി ചിന്ത രഹത്തി ഹെ. വീട്ടിലൊക്കെ ആകുമ്പോൾ എന്തുണ്ടാകും, നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കടമകളും നമ്മുടെ ജോലി തിരക്കുകൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടാവില്ലേ. മായ കൂബ് തൂഫാൻ മേലാത്തി ഹെ, യഹാ തോ ഏകാന്ത് ലഗി പടി ഹെ. നമ്മൾ വീടുകളിൽ എത്തുമ്പോഴേക്കും ബാബ പറയണ അവിടെ തീർച്ചയായിട്ടും മായയുടെ ശക്തമായിരിക്കുന്ന കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകും, പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ ബാബയുടെ മധുബൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏകാന്തതയിലായിരിക്കും. ബാബ തോ ഫിർ ഭി ബച്ചോं को പുരുഷാർത്ഥ് कराते हैं, ये बाबा भी पुरुषार्थी हैं. അപ്പൊ മധുബനത്തിലാണെങ്കിൽ പോലും ബാബ പറയാണ് മക്കളെ കൊണ്ട് ഞാൻ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാം. ഇനി മധുബനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അമൃത്വേള യോഗ ഇല്ല, മുരളി ക്ലാസ് ഇല്ല, അവിടെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കാനൊന്നും ബാബ സമ്മതിക്കാറില്ലല്ലോ. അവിടെയാണെങ്കിലും ബാബന് നമ്മുടെ എന്താണോ ഡെയിലി റുട്ടീൻ അതവിടെ നടക്കും. ബാബ പറയണ നോക്കൂ, ബ്രഹ്മാബാബയും കൂടി പുരുഷാർത്ഥിയാണല്ലോ. പുരുഷാർത്ഥ് കരാനെ വാല തോ ബാബ് ഹി. നമ്മൾ കുട്ടികളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്ന ആരാ? അത് ബാബ തന്നെയാണ്. ഇസ്മേ വിചാസാഗം മന്ഥൻ കർണാ പടുത്ത. അതുകൊണ്ട് ബാപ്പണ് കേട്ടങ്ങ് പോവല്ല, ബാബ കേൾപ്പിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് വിചാരസാഗരം മനനം ചെയ്യണം. यहाँ तो बाप बच्चों के साथ बैठे, जो पूरी अंगुली देता उनको ही സർവീസേബിൾ കहेंगे. അപ്പൊ ബാബ പറയുന്ന മധുബനത്തിലാണെങ്കിൽ ബാബ പിന്നീട് മക്കൾ രണ്ടുപേരും ഒരുമിച്ചാണ്. പറഞ്ഞ സംഗമികത്തിലും ബാബ പിന്നീടും കുട്ടികളാണ്. അപ്പൊ ബാപ്പൺ ആരാണോ ബാബയ്ക്ക് മുഴുവൻ വിരലുകളും നൽകുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണ സഹയോഗികളാകുന്നത് അവരെയാണ് ബാബ സർവീസേബിൾ എന്ന് പറയുക. ബാക്കി ഗുട്ക കാനെ വാലെ തോ നുക്സാൻ കർത്തെ और ही ഡിസർവീസ് കർത്തെ. ബാക്കി ബാബ പറയണ ഉറക്കം തൂങ്ങി നടക്കുകയാണെങ്കിൽ അവരവർക്ക് തന്നെ നഷ്ടങ്ങൾ വരുത്തും.
കൂടാതെ ബാബ പറഞ്ഞ പൂർണ്ണ ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഉറക്കം തൂങ്ങി നടന്ന പിന്നെ മുഴുവൻ ജ്ഞാനം ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾ ഡിസർവീസ് ചെയ്യുന്നവരാകും. പിന്നീട് യജ്ഞത്തിന് വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാകും. ये तो जानती हो महाराजा महारानी बनेंगे तो उनको दास दास्യ भी चाहिए ना. അപ്പൊ ബാപ്പണ് അങ്ങനെയുള്ള ആത്മാക്കളും ഉണ്ടാകും. കാരണം ബാബ പറഞ്ഞ നിങ്ങൾ മഹാരാജ മഹാറാണി ആകുമ്പോൾ നിങ്ങൾക്ക് ആര് വേണം? ദാസദാസിമാരൊക്കെ വേണ്ടേ? അപ്പൊ ബാപ്പണ് അവരാണ് തയ്യാറാവുക. വോ ബി യഹാ കെ ഹി ആയേഗ. ബാപ്പണ് അവരൊക്കെ എവിടെ റെഡി ആവണം? സംഗമികത്തിൽ തന്നെ റെഡിയാകണം. അപ്പൊ ബാബ പറഞ്ഞ സത്യുഗത്തിലെ പതിവയുടെ ആധാരം എന്താണ്? സംഗമികത്തിലെ പഠിപ്പാണ്. ഈ ശരീർ കോ ബി ഖുഷി സെ ചോഡ്ന ദുഃഖ കി ബാത് നഹി. ഇനി ബാപ്പണ് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിലും ദുഃഖത്തോടു കൂടി ആകരുത്. ബാപ്പണ് അതോ സന്തോഷത്തോടു കൂടി തന്നെ ഉപേക്ഷിക്കണം. അപ്പൊ ബാപ്പണ് പുരുഷാർത്ഥം ചെയ്യാനുള്ള അവസരവും സമയം ലഭിച്ചിരിക്കുകയാണ്. ജ്ഞാൻ സെക്കൻഡ് കാ ഹെ ബുദ്ധി മേഘേ ശിവബാബ സെ വർഷ മിൽത്താ. ബാപ്പണ് ജ്ഞാനം ഒരു സെക്കൻഡിൻ്റെതാണ്. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സ്വത്ത് ആരിൽ നിന്നാണ് ലഭിക്കുക? ബാബയിൽ നിന്നും. തോടാ ബി ജ്ഞാൻ സുനാ ശിവബാബ കോ യാദ് കിയാ തോ ബി ആ സക്താ ഹെ. ബാപ്പണ് കുറച്ചൊക്കെ ജ്ഞാനം കേട്ടു, ബാബയെ കുറച്ചൊക്കെ ഓർമ്മിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുട്ടികളും സ്വർഗത്തിൽ വരും. പ്രജാ തോ ബഹുത് ബന്നേ കി ഹെ. കാരണം ബാബ പറഞ്ഞ പ്രജകൾ ധാരാളം തയ്യാറാകണമല്ലോ. ഹമാരി രാജധാനി സൂര്യവംശി ചന്ദ്രവംശി യഹാ സ്ഥാപൻ ഹോ രഹി ഹെ. അപ്പൊ ബാപ്പണ് നമ്മുടെ രാജധാനി സൂര്യവംശി ചന്ദ്രവംശി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. तो बाप का बनकर अगर ग्लानी करते तो बहुत बोझा चढ़ता. വീണ്ടും ബാബ പറയാണ്, ഒരുപക്ഷെ ബാബയുടേതായി കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ അവജ്ഞകൾ ചെയ്യുകയാണെങ്കിൽ, ബാബയുടെ ആജ്ഞയെ ലംഘിക്കുന്നു എങ്കിൽ ബാബ പറയുന്ന വളരെയധികം ഭാരം കൂടും. പറഞ്ഞ പാപത്തിന്റെ ഭാരമാകും. ഏകദം ജയ്സെ റസത്താൽ മേ ചലേ ജാത്തെ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്. അതുകൊണ്ട് ബാപ്പണ് ഒറ്റയടിക്ക് അങ്ങ് പാതാളത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ താഴോട്ട് പതിക്കും. ബാബാനെ സമझाए जो अपनी पूजा बैठ कराते वो पूज्य कैसे कहला सकते. ഇനി ബാബ മനസ്സിലാക്കി തരാണ് കർമ്മത്തിന്റെ കാര്യം. അതായത് സംഗമികത്തിൽ നമ്മൾ എല്ലാവരും സേവാധാരിയാണ്. അതുകൊണ്ട് ബാബ പറയണ എത്ര. അതുകൊണ്ട് ബാബ എപ്പോഴും പറയാറില്ലേ, ദദീജി മഹർഷിയെ പോലെ സേവനം ചെയ്യും, എല്ലെല്ലാം സമർപ്പിച്ച്. അതുകൊണ്ടാണ് നേരത്തെ ബാബ പറഞ്ഞ ആരൊക്കെ എല്ലാ വിരലുകളും ബാബയ്ക്ക് നൽകുന്നു. എത്ര വിരലുണ്ട്? എത്ര വിരലുള്ള നമുക്ക്? കയ്യില് 10 വിരലും കാലില് 10 വിരലും. അപ്പൊ മൊത്തം ബാബയ്ക്ക് സഹയോഗിയാവുക എന്നുള്ളത്. ഇനി ബാബ പറയണ ഇതൊന്നും ചെയ്യാതെ, സേവനമൊന്നും ചെയ്യാതെ അവരവന്റെ പൂജ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാല് ബാബ പറയണ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് സത്യത്തിൽ പൂജ്യരായി മാറുക? सर्व का सद्गति दाता कल्याण करने वाला तो एक ही बाप है. ബാപ്പണ് സർവരുടെ സദ്ഗതി ദാതാവും മംഗളകാരിയുമാരാ, അത് ഒരേ ഒരു ബാബ. മനുഷ്യത്തോ ശാന്തി കാ ബി അർത്ഥ നഹി സമസ്തേ. ബാപ്പണ് മനുഷ്യനൊന്നും അറിയില്ലല്ലോ, ദേവീദേവന്മാരെ കുറിച്ചും അറിയില്ല. ശാന്തി വേണമെന്ന് പറഞ്ഞാലും അതെന്താണ് ശാന്തി എന്ന് പോലും അവർക്ക് അറിയുകയില്ല. ഹഠयोग से प्राणायाम आदि चढ़ाना उसको भी शांति समझते. ബാപ്പണ് ഹഠയോഗത്തിൽ കൂടി പ്രാണായാമം, പ്രാണന് പിടിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പ്രാണനിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. ബാപ്പണ് ഇതൊക്കെ അവർ വിചാരിക്കും ഇതും കൂടി ഒരു ശാന്തി കിട്ടുന്നതാണ്. ഉസ്മേ ബി ബഹുത് മെഹനത്ത് ലഗ്തി കൊയ്ക്ക് ബ്രെയിൻ ഖരാബ് ഹോ ജാത. അത്രയും സ്ട്രെയിൻ എടുത്തിട്ടല്ലേ ചെയ്യുക. അപ്പൊ ബാപ്പണ് ചിലപ്പോഴൊക്കെ ചിലർക്ക് ഭ്രാന്തന്മാരായി മാറും. അതായത് തലച്ചോറിന് ബാധിക്കും. പ്രാപ്തി കുച്ച് ബി നഹി. ബാബ പറഞ്ഞ അതിലൊരു നേട്ടം ഉണ്ടാകുന്നില്ല, അല്പകാലത്തേക്കുള്ളൊരു സമാധാനം. ജैसे सुख को अल्पकाल कागविष्ट समान कहते वैसे वो शांति भी कागविष्ट के समान है. സന്യാസിമാര് പറയുന്നത് പോലെ സുഖത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ പറയും ഈ ലോകത്തിലെ സുഖം കാകവിഷ്ടത്തിന് സമാനാണ്. അതുപോലെ തന്നെയാണ് ബാപ്പണ് ഈ ലോകത്തിലെ ശാന്തിയും കൂടി എന്താണ്, അത്രമാത്രം ക്ഷണികം മാത്രമാണ്. वो है ही अल्पकाल के लिए. बाप तो 21 जन्मों के लिए तुमको सुख शांति दोनों देता. അതായത് ബാബ നമ്മൾ കുട്ടികൾക്ക് 21 ജന്മങ്ങൾക്കായി സുഖവും ശാന്തിയും രണ്ടും നൽകുകയാണ്. कोई तो शांति धाम में पिछाड़ी तक रहते होंगे जिनका पार्टे वो इतना सुख थोड़े ही देख सकेगा.
ബാബ പറഞ്ഞിത്തരണ ചില ആത്മാക്കള് ഈ കാലചക്രം പൂർണ്ണമാകുന്നത് വരെയും ശാന്തിധാമത്തിൽ ഇരിക്കുന്നവരുണ്ട്. ലാസ്റ്റ് മാത്രം ചെറിയൊരു റോൾ അഭിനയിക്കാൻ വേണ്ടി വരുന്നവര്. അപ്പൊ ബാപ്പൺ അവർക്ക് അത്രയധികം സുഖം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. വഹാബി നമ്പർവാർ മർത്തബേ തോ ഹോങ്കേന. സത്യത്രേതായുഗത്തിലാണെങ്കിലും ബാബ പറഞ്ഞ പദവിയും നമ്പർവാർ അല്ലേ. ബൽ ദാസദാസ്യ ഹോങ്കെ പരന്തു അന്തത്തോടെ ഹി ഗുസ് സക്കേഗ. അപ്പൊ ബാബ പറഞ്ഞ കൊട്ടാരത്തിലെ ദാസദാസിമാരുണ്ടാകും, പുറത്തുള്ള ദാസദാസിമാർക്ക് അകത്ത് കയറാനൊന്നും പറ്റുകയില്ല. ശ്രീകൃഷ്ണ കോബി ദേഖ് നാ സക്കെ. ബാബ പറഞ്ഞ അത്തരത്തിലുള്ള ദാസിമാരും ഉണ്ടാകും, അവർക്ക് ശ്രീകൃഷ്ണനെ കാണാൻ പോലും സാധിക്കില്ല. സബ്കെ അലഗ് അലഗ് മെഹൽ ഹോങ്കേന. എല്ലാവർക്കും വേറെ വേറെ കൊട്ടാരമായിരിക്കും, അവിടെ ദാസദാസിമാർ ഒരുപാട് പേര് ഉണ്ടാകും. കൊയ് ടൈം ഹോഗാ ദേഖ്നെ കാ. ബാബ പറഞ്ഞിത്തരണ ശ്രീകൃഷ്ണനെ കാണാനുള്ള ഒരു സമയമൊക്കെ ഉണ്ടാകും അവർക്ക്. ജैसे देखो पो पाता है तो उनको दर्शन करने के लिए कितने लोग जाते. ऐसे बहुत निकलेंगे जिनका बहुत प्रभाव होगा. ബാപ്പൺ ഏതുപോലെ ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പൊ പോപ്പാണല്ലോ വലുത്, എന്താണ് ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് വരുന്നു എങ്കിൽ അവരുടെ ദർശനത്തിന് വേണ്ടി എത്ര ജനങ്ങൾ എത്തിപ്പെടാറുണ്ട്. ഓടിക്കേറി അവരെ ദർശിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാബ പറഞ്ഞ ഇത്തരത്തില് പ്രശസ്തി ആർജിക്കുന്നവർ ധാരാളം വരാൻ തുടങ്ങും. ലാക്കോ മനുഷ്യ ജായെങ്കിൽ ദർശൻ കർണേക്കില്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ പോകും. യഹാ ശിവബാബ കാ ദർശൻ കൈസേ ഹോഗാ യേ തോ സമജ്നെ കി ബാത്. അതുപോലെയല്ലല്ലോ ഇവിടെ. അപ്പൊ ബാബ പറഞ്ഞു ഇവിടെ ശിവബാബയുടെ ദർശനത്തിന് വേണ്ടി ആരാ വരിക, അവിടെ എങ്ങനെയാ സംഭവിക്കുക, എങ്ങനെയാ ദർശനം ഉണ്ടാവുക. അപ്പൊ ബാപ്പൺ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് സ്ഥൂല രൂപത്തിലല്ലല്ലോ ഓടിച്ചെന്നിങ്ങനെ ബാബയെ ദർശിക്കാന്ന് പറയാൻ വേണ്ടിയിട്ട്. ബാബയ്ക്ക് ശരീരമില്ല, സ്ഥൂല രൂപത്തിൽ ബാബയെ കാണാനും പറ്റില്ല. അപ്പൊ ബാബ ഏതുപോലെ അവ്യക്ത സ്ഥിതിയിലാണ് അതേപോലെ നമ്മുടെ സ്ഥിതിയും കൂടി എന്താക്കി മാറ്റേണ്ടതുണ്ട്, അവ്യക്തമാക്കണം, അല്ലെങ്കിൽ ആത്മീയ സ്ഥിതിയാക്കി മാറ്റണം. അബ് ദുനിയാക്കോ കേസേ പത്താ പടേക്ക് സബ്സെ ഊഞ്ച് തീർത്തെ. അപ്പൊ ബാബ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക? അബു പർവ്വതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥസ്ഥാനമെന്ന്. ദിൽവാഡ ജൈസ മന്ദിർ ഷായദ് आसपास और भी हो वो भी जाकर देखना चाहिए. അപ്പൊ ബാപ്പണെ ദിൽവാഡ മന്ദിർ സർവ്വസാധാരണമായിട്ട് ഇപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ അത് കാണുന്നത് മാത്രമല്ല, ബാപ്പണ ആ പർവ്വതത്തിൽ തന്നെ 2-3 ദിൽവാഡ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാബ മക്കളോട് പറയാണ്, ചുറ്റും അവിടെ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാകും, നിങ്ങൾ പോയി കാണണം. കൈസേ ബനാ ഹുവ, അതിന്റെ നിർമ്മിതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഉनको ജ്ഞാൻ ദേനെ കി ഭി ദർക്കാർ നഹി. ബാപ്പൺ അവർക്ക് ജ്ഞാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വോ ഫിർ തുമക്കോ ജ്ഞാൻ ദേനെ ലഗ് ജായേഗ. അമ്പലത്തിലുള്ളവർ അങ്ങനെയാണല്ലോ, കുറച്ചു കാലം ബികേസിന് അങ്ങോട്ട് പെർമിഷനേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാപ്പണ് നിങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് ജ്ഞാനം കൊടുക്കേണ്ടതൊന്നുമില്ല, അവർ തിരിച്ച് നിങ്ങൾക്ക് ജ്ഞാനം തരും. റായ് ദേത്തെ ഹേ ന യേ കർനാ ചാഹി യേ കർനാ ചാഹി. ये तो जानते नहीं कि इनको पढ़ाने वाला कौन. ബാപ്പണ് നിങ്ങൾ അവർക്ക് പറയേണ്ട കാര്യമില്ല, അവരറിയില്ലല്ലോ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണെന്നുള്ളത്. एक एक को समझाने में मेहनत लगती. उन पर कहानियां भी है. कहते थे शेर आया शेर आया. അപ്പൊ ബാപ്പൺ ഓരോരുത്തർക്ക് അവിടെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പ്രയാസത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ടാവല്ലോ, പുലി വന്നു പുലി വന്നു എന്ന് പറഞ്ഞാല് അവര് വിചാരിച്ചു ഇതൊക്കെ എന്താണ് പറയാ, കളിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കും. അതേപോലെ ബ്രഹ്മകുമാരീസ് ഇങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കും ഇവര് പണ്ട് മുതലേക്കേ ഇതേ പറയുന്നതാണെന്ന്. അപ്പൊ ബാപ്പൺ ഒരു നാള് പുലി വരും, അപ്പോഴും അവര് വിശ്വസിച്ചില്ല. നേരെ അതായത് പുലി വന്നപ്പോൾ അവര് തിരിച്ചറിഞ്ഞതേയില്ല. അതേപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. തുമ്പി കേത്തെ മൗത്ത് ആയാക്കി ആയാ വോ വിശ്വാസ് നഹി കർത്തെ. എത്ര കാലായി വിനാശം വിനാശം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മകുമാരീസ്. അതുകൊണ്ട് അവർ വിശ്വസിക്കില്ല. സമസ്ത അബീത്തോ 40,000 വർഷപ്പടി. അവരുടെ കണക്കൂട്ടലുകൾ എന്താണ്, ഇനിയും 40,000 വർഷമുണ്ട്. മൗത്ത് കഹാസെ ആയേഗ. അതുകൊണ്ട് അവർക്ക് വിനാശത്തിന്റെ പേടിയൊന്നുമില്ല. പരന്തു മൗത്ത് ആനാത്തോ സറൂർ സബ്കോ ലേ ജായേഗ. പക്ഷെ ബാപ്പണ് മരണം ഉറപ്പായിട്ടും വരും, എല്ലാവരും കൊണ്ടുപോവുകയും ചെയ്യും. വഹാ കോയി ബി കിച്ചടാ ഹോത്താ നഹി. ഇനി ബാപ്പണ് സത്യത്തിൽ യാതൊരു പ്രകാരത്തിലുള്ള അശുദ്ധത ഉണ്ടാവില്ല.
यहाँ की गो और वहाँ की गो में भी कितना फर्क है. ദിൽവാഡ ക്ഷേത്രത്തിൽ അത്ര ശുദ്ധി ഇല്ലല്ലോ, മൊത്തം അഴുക്കല്ലേ പ്രാണികളുടെ അവരുടെ ഇവരുടെയും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ബാബ പറഞ്ഞു തരണ സത്വത്തിൽ യാതൊരു പ്രകാരത്തിലുള്ള അശുദ്ധത ഉണ്ടാവില്ല. ഇവിടുത്തെ പശുക്കൾക്കും അവിടുത്തെ പശുക്കൾക്കും വളരെയധികം അന്തരമുണ്ട്. ശ്രീകൃഷ്ണത്തോടെ ഹി ഗൗ ചരാത്താത്ത. ഇനി എന്താ കാണിക്കുന്നത്? ശ്രീകൃഷ്ണൻ ഗോപാലകനായിരുന്നു, ഗോകുലെ മേച്ച് നടന്നതൊക്കെയാണ് പറയുന്നത്. ബാബൺ അങ്ങനൊരു കഥയെ അവിടെ ഇല്ല. ഉനോക്കെ പാസ് तो दूध हेलीकॉप्टर में आता होगा, ये കിച്ചടാപ്പട്ടി दूर रहती होगी. അപ്പൊ ബാബ പറഞ്ഞു തരണ പശുക്കളും അവിടെ ഉണ്ടായിട്ടുണ്ടാവല്ലോ. അപ്പൊ ബാബ പറഞ്ഞ അവർക്ക് പാലൊക്കെ എവിടുന്നാ വരിക? കൃഷ്ണൻ പോയിട്ട് നേരിട്ട് കുടിക്കുക അങ്ങനെ ഉണ്ടാവില്ല. ഇനിയിപ്പോ അവിടെ തന്നെ തൊഴുത്ത് കാര്യങ്ങൾ ഉണ്ടാവില്ല. ബാബ പറഞ്ഞ ഹെലികോപ്റ്ററിൽ പറഞ്ഞ പുഷ്പക വിമാനത്തിലായിരിക്കാം ചിലപ്പോ പാലൊക്കെ കൊട്ടാരത്തിലേക്ക് എത്തുക. അതായത് പശുക്കളുടെ ആലയം തന്നെ വേറെ എവിടെയെങ്കിലും ദൂരെയായിരിക്കും. സാമനെ ഗർമേ തൊടേഹി കിച്ചടാ രഹേഗ. അതായത് ഇവിടുത്തെ പോലെ വീടും പിന്നീട് തൊഴുത്തും എല്ലാം അടുത്തടുത്തല്ലേ, അങ്ങനത്തെ അവസ്ഥ ഒന്നും അവിടെ ഉണ്ടാവില്ല. വഹാത്തോ अपरम अपार सुख है जिसके लिए पूरा पुरुषार्थ करना. അപ്പൊ ബാപ്പണ് അത്ര പോലും അവിടെ ദുഃഖം ഉണ്ടാവില്ല. പറഞ്ഞ അത്ര പോലും അവിടെ അശുദ്ധത ഉണ്ടാവില്ല. അപ്പൊ ബാബ പറഞ്ഞ അത്രയും അപാര സുഖമാണ്. എന്നാൽ ബാബ പറഞ്ഞ ആ സുഖം നേടാൻ വേണ്ടി ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യണം. കിത്തനെ അച്ഛേ അച്ഛേ ബच्चे सेंटर से आते, ബാബ देखकर कितना खुश होते. അപ്പൊ ബാബ അതിന്റെ ഇടയിൽ ഇതും നോക്കാറുണ്ട്. എത്ര ധാരണയുക്തരായിരിക്കുന്ന മക്കളാണ് ബാബ മിലനത്തിന് വരുന്നത്. ബാബ അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ബാബയ്ക്ക് വളരെ സന്തോഷം. നമ്പർവാർ പുരുഷാർത്ഥ് അനുസാർ ഫൂൽ നിക്കൽത്തേ ഹെ. ബാബയ്ക്ക് അറിയാം ഓരോ കുട്ടികളും നമ്പർവാർ അനുസരിച്ചാണ് പൂക്കൾ തയ്യാറാകുന്നത്. ഫൂൽ ജോ ഹെ വോ അപ്നെ കോ ഭി ഫൂൽ സമസ്തേ ഹെ. ബാപ്പണ് പൂക്കളായിരിക്കുന്ന കുട്ടികൾ സ്വയം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പുഷ്പമായിരിക്കാണ്. दहली में भी बच्चे कितने सर्विस करते रात दिन, ज्ञान भी कितना ऊंचे. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഡൽഹിയിലാണല്ലോ സെന്റർ ആദ്യം തുടങ്ങിയത്. അപ്പൊ ബാബ പറയണ അവിടെ എത്രമാത്രം മക്കൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാപ്പണി ഈ ജ്ഞാനം അത്രമാത്രം ശ്രേഷ്ഠമാണ്. ആകെ തോ കുച്ച് നഹി ജാനത്തെ തെ. ബാബ പറഞ്ഞ ഇതിനു മുമ്പ് നമുക്കൊന്നിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. अब कितनी मेहनत करनी पड़ती है. बाबा के पास तो सब समाचार आते, कोई का सुनाते कोई का नहीं सुनाते, क्योंकि ट्रेटर भी बहुत होता है ना. അപ്പൊ ബാബ പറഞ്ഞു തരണ എല്ലാ മക്കളുടെ കാര്യം ബാബയുടെ അടുത്ത് വരാറുണ്ട്. ചിലതൊക്കെ കുട്ടികൾ കേൾപ്പിക്കും, ചിലത് കേൾപ്പിക്കാറില്ല. കാരണം ബാബന് പല കുട്ടികളും നിന്ദകരായി മാറാറുമുണ്ട്. ബഹുത് ഫസ്റ്റ് ക്ലാസ് ബി ട്രേറ്റർ ബൻ പെടുത്ത. കാരണം ബാബ പറഞ്ഞ് ഒന്നാന്തരമായിരിക്കുന്ന മക്കൾ പോലും ചിലപ്പോഴൊക്കെ ചില കാരണത്താൽ എന്താകും ബാബയുടെ യജ്ഞത്തിന് നിന്ദകരായിട്ട് മാറും. ബാപ്പने थर्ड क्लास നിന്ദകരായിട്ട് മാറും. थोड़ा ज्ञान मिला तो समझते हम शिव बाबा के भी बाबा बन गई. ബാപ്പന് കുറച്ച് ജ്ഞാനം കിട്ടുമ്പോഴേക്കും തന്നെ അവരുടെ അഭിമാനം അങ്ങേറ്റം കയറും. അതായത് ശിവബാബയ്ക്കും ഞാൻ അച്ഛനായി എന്നുള്ള മട്ടില്. പഹചാൻ തോ ഹൈ നഹി കി കോൺ നോളജ് ദേത്താ. ആ തിരിച്ചറിവ് പോലും മക്കളിൽ ഉണ്ടാവാറില്ല. അതായത് നമുക്ക് ജ്ഞാനം നൽകുന്നത് സ്വയം നിരാകാരനായ ഭഗവാനാണെന്ന് പോലും ചിലപ്പോ കുട്ടികൾ മറന്നു പോകും. പറഞ്ഞാൽ അത്രയും അഹങ്കാരത്തിലേക്ക് വരാറുണ്ട്. എന്ന് വെച്ചാൽ ബാബ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ വിചാരിക്കും ബാബ അവിടെ നിരാകാരി ലോകത്തിലല്ലേ. അപ്പൊ ബാബ പറഞ്ഞ എല്ലാവരെയും ബാബ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലേ ബാബ ഈ മഹാവാക്യം ഉച്ചരിക്കുന്നത്. अच्छा मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. പിന്നെ ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് ആണ് ഒന്ന്, विश्व की बादशाही देने वाले बाप का बहुत बहुत रिगार्ड रखना. മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുന്ന ബാബയ്ക്ക് വളരെയധികം ആദരവ് നൽകണം. മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുന്ന ബാബയ്ക്ക്
വളരെയധികം ആദരവ് നൽകണം. ബാബയുടെ സേവനത്തിൽ തന്റെ ജീവിതം സഫലമാക്കണം. ബാബയുടെ സേവനത്തിൽ തന്റെ ജീവിതം സഫലമാക്കണം. പഠിപ്പിൽ പൂർണ്ണമായും ശ്രദ്ധ നൽകണം. പഠിപ്പിൽ പൂർണ്ണമായും ശ്രദ്ധ നൽകണം. രണ്ട്, बाप से जो ज्ञान मिलता उस पर विचार सागर मंथन करना. ബാബയിൽ നിന്നും എന്താണോ അറിവ് ലഭിക്കുന്നത്, ജ്ഞാനം ലഭിക്കുന്നത്, ആ ജ്ഞാനത്തിന്മേൽ വിചാരസാഗരം മനനം ചെയ്യണം. അതിനെക്കുറിച്ച് ചിന്തനം ചെയ്യണം. ഒരിക്കലും വിഘ്നരൂപം ആകരുത്. ഒരിക്കലും വിഘ്നരൂപം ആകരുത്. ഡിസർവീസ് ചെയ്യരുത്. ഡിസർവീസ് ചെയ്യരുത്. അഹങ്കാരത്തിൽ വരരുത്. അഹങ്കാരത്തിൽ വരരുത്. वरदान. चारों ही सब्जेक्ट में बाप के दिल पसंद मार्क्स लेने वाले दिल तख्त नशीन भव. 4 വിഷയങ്ങളിലും അല്ലേ, നമുക്ക് എത്ര വിഷയമുണ്ട്? സബ്ജക്റ്റ് ഉണ്ട് 4. അപ്പൊ 4 വിഷയങ്ങളിലും ബാബയ്ക്ക് ഇഷ്ടപ്പെടുന്ന, ബാബയുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന മാർക്സ് നേടുന്ന ഹൃദയസിംഹാസനധാരിയായി ഭവിക്കും. ബാബയ്ക്ക് ഇഷ്ടപ്പെടുന്ന മാർക്സ് നേടുന്ന ഹൃദയസിംഹാസനധാരിയായി ഭവിക്കും. വിശദീകരണം. जो बच्चे चारों ही सब्जेक्ट में अच्छे मार्क्स लेते, आदि से अंत तक अच्छे नंबर से पास होते, उन्हें ही पासवित ऑनर कहा जाता. ഏത് മക്കളാണോ 4 വിഷയങ്ങളിലും നല്ല മാർക്ക് നേടുന്നത്, നല്ല മാർക്ക് നേടുന്നത്, അതായത് തുടക്കം മുതൽ അവസാനം വരെയും നല്ല അക്കത്തോടുകൂടി, പറഞ്ഞ നല്ല നമ്പറോടുകൂടി, മാർക്കോടുകൂടി പാസ്സാകുന്നത്, അവർ തന്നെയാണ് പാസ് വിത്ത് ഓണർ, ബഹുമതിയോടുകൂടി പാസ്സാകുന്നവർ. बीच बीच में मार्क्स कम हुई फिर मेकअप किया, ऐसा नहीं. ഇടയ്ക്കിടയ്ക്ക് മാർക്സ് കുറയുക, പിന്നെ മാർക്ക് നേടിയെടുക്കുക, അങ്ങനെ ആയിരിക്കരുത്. പാസ് വിത്ത് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഫൈനൽ വരെ ഒരേപോലെ മാർക്ക് നേടിപ്പോകുന്നവർ, നല്ല മാർക്ക് നേടുന്നത്. അല്ലാണ്ട് ഇടയ്ക്ക് ഫെയിലായി, ഇടയ്ക്ക് ഒരു സബ്ജക്റ്റിൽ പാസ്സായി, ഇടയ്ക്ക് ഒന്നിൽ കുറവ് മാർക്ക് വന്ന് പിന്നെ അതിനെ മേക്കപ്പ് ചെയ്ത് നമ്മൾ പോവുക, അങ്ങനെയല്ല. लेकिन सभी सब्जेक्ट में बाप के दिल पसंद की दिल शिकस्त बनते हैं. എന്നാൽ ആരാണോ എല്ലാ വിഷയത്തിലും ബാബയുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന മാർക്ക് നേടുന്നത്, അവർ ഹൃദയസിംഹാസനധാരി ആകും. അങ്ങനെയുള്ള കുട്ടികൾ ആരാകും? ഹൃദയസിംഹാസനധാരിയാകും. അതോടൊപ്പം തന്നെ ബ്രാഹ്മണ പരിവാരത്തിലും, അതേ ബ്രാഹ്മണരുടെ ഈ ലോകത്തില് സർവർക്കും പ്രിയരും സർവരുടെ സഹയോഗിയും സർവരുടെ ആദരവിന് യോഗ്യനായി മാറും. സർവർക്ക് പ്രിയനുമായിരിക്കും, സർവർക്ക് സഹയോഗിയായിരിക്കും, സർവരുടെ ആദരവിന് യോഗ്യനും ആയിത്തീരും. അവർ ഹൃദയസിംഹാസനധാരിയിൽ നിന്നും രാജ്യസിംഹാസനധാരിയായി തീരും. സംഗമികത്തിൽ നമ്മൾ ആരാകണം? ഹൃദയസിംഹാസനധാരി.
അങ്ങനെയുള്ള കുട്ടികൾ ആരായി തീരും? അവര് രാജ്യസിംഹാസനധാരിയായി മാറും. स्लोगन, दिलरुबा वो है जिसके दिल में सदा यही अनहद गीत बजता रहे कि मैं बाप की बाबा मेरा. ആരുടെ ഹൃദയത്തിലാണോ സദാ ഞാൻ ബാബയുടേതും ബാബ എന്റേതുമാണ്, ആരുടെ ഹൃദയത്തിലാണോ സദാ ഞാൻ ബാബയുടേതും ബാബ എന്റേതുമാണ് എന്ന നിലയ്ക്കാത്ത ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിലയ്ക്കാത്ത ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ബാബയുടെ ഹൃദയത്തിന്റെ പ്രിയതമകൾ. അല്ലെങ്കിൽ അവരാണ് ബാബയുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടവർ, ഹൃദയേശ്വരികൾ. അതുകൊണ്ട് ബാബയുടെ പ്രിയപ്പെട്ടവളാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിലും നിലയ്ക്കാത്ത ആ പാട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കണം. ബാബ എന്റേതാണ്, ഞാൻ ബാബയുടേതാണ്. അതുകൊണ്ട് 4 സബ്ജക്റ്റിലും ബാബയ്ക്ക് ഇഷ്ടപ്പെടുന്ന മാർക്സ് എടുക്കുന്നവരാകുമ്പോഴേ ഹൃദയസിംഹാസനധാരിയാകും. അപ്പോൾ മൊത്തം ബാബയുടെ ഇന്നത്തെ മുരളിയിൽ ബാബ നമുക്ക് യുക്തി പറഞ്ഞത് നമ്മുടെ ബുദ്ധി റിഫൈൻ ആകണം, ബുദ്ധിയെ ശുദ്ധീകരിക്കണം, ആത്മാവിനെ സ്വച്ഛമാക്കണം. അതിലേക്കുള്ള ഏക മാർഗം എന്താ? ബാബയുടെ ഓർമ്മ. പിന്നീട് ബാബ പറഞ്ഞു, നോക്കൂ, ലോകത്തിലെ ജനങ്ങള് സമയം വേസ്റ്റ്, എനർജി വേസ്റ്റ്, മണി വേസ്റ്റ്. ഈ ദേഹം പിന്നീട് യാതൊരു ഉപയോഗത്തിനുണ്ടാവില്ല മരണാനന്തരം, അല്ലെ? ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകും. പക്ഷെ ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് മരണത്തിന് ശേഷം? അപ്പൊ ബാപ്പണ് അതിൽ നിന്ന് യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല. കാരണം ഇത് നശിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് ബാബ ഇന്നത്തെ മുരളിയില് അതിന്റെ പുറകെ പോയി തന്റെ സമയം അഥവാ എനർജി അഥവാ ധനം നഷ്ടപ്പെടുത്താതെ ബാബ പറയണ ബാബയുടെ കാര്യത്തിൽ എന്ത് ചെയ്യൂ? തന്റെ ജീവിതം, അല്ലെ? ബാബ പറയണ മുഴുവൻ വിരലുകളും ബാബയ്ക്ക് കൊടുത്ത് സഹയോഗികളാവുക. അപ്പൊ ബാപ്പണ് നിങ്ങളുടെ ജീവിതം സഫലമായി, അല്ലെ? സത്യുഗി ദേവതാ പദവിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബാബ ഓരോ ദിവസവും നമ്മൾ കുട്ടികൾ അത്രയും വീക്ഷിക്കുകയാണ്. ബാബ പണ്ട് പറയില്ലേ, കുട്ടികളുടെ വളർച്ച അച്ഛനമ്മമാര് ആ ജനിച്ച ദിവസം മുതലേ ഓരോ സെക്കൻഡ് അവരുടെ വളർച്ചയിൽ അത്ര തന്നെ അവർക്ക് കണ്ണുണ്ടാകും. അതുപോലെയാണ് ബാബ നമ്മൾ ഓരോ കുട്ടികളുടെ വളർച്ചയെ ബാബ, അതുകൊണ്ടാണ് ബാബ വരദാനത്തിൽ പറഞ്ഞത് മാർക്കോടുകൂടി പാസ്സാക്കുക. ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബാപ്പണ് അങ്ങനെയുള്ളവർ ബാബയുടെ ഹൃദയത്തിൽ എത്തിപ്പെടാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ബാബ നൽകുന്ന ജ്ഞാനത്തെ ഇങ്ങനെ കേട്ടിങ്ങനെ വിടുന്നതല്ല. ബാപ്പണ് ചിന്തനം ചെയ്യും, അതിനെക്കുറിച്ച് മനനം ചെയ്യും, അതിനെ ധാരണയിൽ കൊണ്ടുപോവാ, എന്നാലേ ബാപ്പണ് സർവീസിലേക്ക് കടക്കുകയുള്ളൂ. പിന്നെ അതും ബാപ്പ പറഞ്ഞു, ഇവിടെ നമ്മൾ രാജാവായി ഇരുന്നിട്ട് അവിടെ പൂജ്യരാകാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ ബാബ മൈന്യൂട്ടായിരിക്കുന്ന പോയിന്റും പോലും നമ്മുടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ബാപ്പണ് ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. അച്ഛാ, ഓം ശാന്തി. प्रभु पलकों की कश्ती में बैठे
हम तो चले निज देश रे, प्रभु पलकों की कश्ती में बैठे, हम तो चले निज देश रे। सुख शांति की वो दैवी दुनिया, हो सुख शांति की वो दैवी दुनिया, बुलाता वो परिवेश रे। प्रभु पलकों की कश्ती में बैठे, हम तो चले निज देश रे, प्रभु पलकों की कश्ती में बैठे, हम तो चले निज देश रे।